ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇപ്പോൾ നമ്മളായിരിക്കുന്ന മലങ്കര കത്തോലിക്ക സഭ എങ്ങനെ രൂപീകരിക്കപ്പെട്ടു വന്നു എന്നതിനെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി കൂടുതലായിട്ട് മലങ്കര കത്തോലിക്ക സഭയെ പറ്റിയും അതിൻ്റെ ഉൽപ്പത്തി, തുടർന്നുള്ള അതിൻ്റെ പ്രവർത്തനങ്ങൾ, അത് ഇന്നത്തെ അവസ്ഥയിൽ എങ്ങനെ എത്തി, ഈ കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഇനിയും നമ്മളുടെ ചിന്തകളെ തിരിച്ചുവിടുന്നത്. അതിലേക്ക് വരുന്നതിന് മുൻപ് നമുക്ക് ഒരു പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ച് നമ്മളുടെ വിചാരങ്ങൾ പരിശുദ്ധാത്മാവായ ദൈവത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഈശോയെ, ഒരിക്കൽ കൂടി അവിടുത്തെ സഭയെപ്പറ്റി ചിന്തിക്കുവാനും പഠിക്കുവാനും ഒരവസരം ഞങ്ങൾക്ക് ഒരുക്കി തന്നതിനെ ഓർത്ത് ഞങ്ങൾ അവിടത്തേക്ക് നന്ദി പറയുന്നു. അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ ഓരോരുത്തരിലേക്കും അവിടുന്ന് അയക്കണമേ. ആത്മാഭിഷേകത്താൽ പൂരിതരായി ഞങ്ങളുടെ സഭയ്ക്കും വിശ്വാസങ്ങൾക്കും വേണ്ടി നിലകൊള്ളുവാൻ ഞങ്ങളെ അവിടുന്ന് പ്രാപ്തരാക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ആമേൻ. ഇന്ന് നമ്മൾ 9ാമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. ദൈവദാസൻ മാർ ഇവാനിയോസും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയും. ഇതാണ് ഇന്നത്തെ നമ്മളുടെ പ്രധാനമായ ചിന്തയ്ക്ക് വിഷയീഭവിക്കുന്നത്. ഇതിൽ ആദ്യ ഭാഗത്തേക്ക് നമുക്ക് വരാം. നമ്മുടെ പാഠത്തിന്റെ പേര് തന്നെ മാർ ഇവാനിയോസ് പിതാവും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയും എന്നല്ലേ. അതുകൊണ്ട് മാർ ഇവാനിയോസ് പിതാവിനെ പറ്റി, അദ്ദേഹത്തിന്റെ ജീവിതത്തെ പറ്റി വളരെ പെട്ടെന്ന് ലഘുവായിട്ട് ഒന്ന് പരാമർശിച്ചുകൊണ്ട് നമുക്ക് ഇതര കാര്യങ്ങളിലേക്ക് വരാം. മാർ ഇവാനിയോസ് തിരുമേനിയെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം 20ാം നൂറ്റാണ്ടില് വളരെയധികം ശ്രദ്ധയാകർഷിച്ച ഒന്നായിരുന്നു. 20ാം നൂറ്റാണ്ടിന്റെ ചരിത്രത്തെ തന്നെ ഒന്ന് പിടിച്ചു കുലുക്കിയ, പുനരൈക്യ സംഭവത്തിന്റെ നാന്ദി കുറിച്ച വ്യക്തി എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചതോടൊപ്പം ഉത്തമനായ ഒരു വിദ്യാഭ്യാസ വിചക്ഷണനും അതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളുമായിരുന്നു മാർ ഇവാനിയോസ് തിരുമേനി. അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ജനനമൊക്കെ നമ്മൾ എല്ലാ വർഷവും പുനരൈക്യ വാർഷിക ആഘോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്നും പഠിക്കുന്നതാണ്. മാർ ഇവാനിയോസ് തിരുമേനിയുടെ ജനനം എന്നായിരുന്നു എന്നുള്ളത് ഞാൻ പ്രത്യേകം പറയണം. 1882 സെപ്റ്റംബർ മാസം 21ാം തീയതി മാവേലിക്കരയിൽ പ്രശസ്തമായ പുരാതനമായ പണിക്കരു വീട്ടിൽ തോമാ പണിക്കരുടെയും അന്നമ്മയുടെയും മകനായിട്ടാണ് മാർ ഇവാനിയോസ് തിരുമേനി ജനിച്ചത്. ഇതില് അദ്ദേഹത്തിന്റെ മാതാവ് അന്നമ്മ വളരെ വിദ്യാസമ്പന്നയും വളരെ ദൈവഭക്തിയുമുള്ള ഒരു സ്ത്രീയായിരുന്നു. അവരുടെ കുടുംബത്തില് ആൺമക്കൾ ഇല്ലാതിരുന്നത് കൊണ്ട് അവർ പ്രത്യേകമാംവിധം ഒരു ആൺകുഞ്ഞിനെ ലഭിക്കുവാൻ വേണ്ടി ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അഭിമന്യ പിതാവ് ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധ പിതാവിനെ ആ അമ്മ പ്രത്യേകമായിട്ട് സമർപ്പിച്ചു. അതിനുള്ള വലിയ അനുഗ്രഹമായിരിക്കാം മാതാവിന്റെ ജനന പെരുന്നാളിൽ തന്നെ അഭിമന്യ പിതാവ് ഭൂജാതനാകാൻ ഇടയായത്. ഇത് മാത്രമല്ല, മാതാവിൽ സമർപ്പിച്ച ആ ജീവിതം മുഴുവൻ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട എല്ലാ സംഭവങ്ങളും മാതാവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ദൈവമാതാവിന്റെ പുകഴ്ചയുടെ തിരുനാളിലാണ് അദ്ദേഹത്തിന് ശമാശ പട്ടം കിട്ടുന്നത്. അദ്ദേഹം വൈദികനാകുന്നത് ദൈവമാതാവിന്റെ സ്വർഗാരോപണ ദിവസമാണ്. അദ്ദേഹം സ്വർഗം പോകുന്നതോ കർമ്മല മാതാവിന്റെ ഓർമ്മ പെരുന്നാളിന്റെ തലേ രാത്രിയിലാണ്. ഇങ്ങനെ നോക്കുമ്പോൾ പരിശുദ്ധ ദൈവമാതാവിന് സമർപ്പിച്ച ഒരു ജീവിതത്തിന്റെ ഉടമയായിരുന്നു മാർ ഇവാനിയോസ് തിരുമേനി. അദ്ദേഹത്തിന്റെ ജനന സ്ഥലമോ മാവേലിക്കരയാണ്. ഈ മാവേലിക്കര സഭാ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു സ്ഥലമാണ്. 1818 മാവേലിക്കര സമ്മേളനം, 1836 മാവേലിക്കര സുനഹദോസ്, ഇത് രണ്ടും മാവേലിക്കരയ്ക്ക് ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം കൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്താണ് 1818 സമ്മേളനം? 1818 മലങ്കര സഭയിൽ പുതിയ നവോത്ഥാന ചിന്താഗതികൾ കൊണ്ടുവരണം എന്നുള്ള ഒരു ആശയം മുൻപോട്ട് വയ്ക്കുവാൻ വേണ്ടി പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർ നടത്തിയ ഒരു സമ്മേളനമായിരുന്നു 1818. 1836 പ്രൊട്ടസ്റ്റന്റ് ആശയങ്ങളുടെ ആക്രമണം കൂടി വന്നപ്പോ ഈ പ്രൊട്ടസ്റ്റന്റ് ചിന്താഗതിക്കാരെയൊക്കെ സഭയിൽ നിന്നും മാറ്റി നിർത്താൻ വേണ്ടി നടത്തപ്പെട്ട സുനഹദോസ് ആയിരുന്നു 1836
മാവേലിക്കര സുനഹദോസ്. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ നടന്ന ഒരു സ്ഥലത്ത് ജീവിച്ചത് കൊണ്ടാവാം സഭയെ പറ്റി വ്യക്തമായ അവബോധം മാർ ഇവാനിയോസ് തിരുമേനിക്ക് ഉണ്ടായിരുന്നു. ഇത് കൂടാതെ അദ്ദേഹത്തിന്റെ പിതൃ സഹോദരൻ തരിയദസ് കറിയാക്കത്തനാർ ഈ വൈദികന്റെ നിരന്തരമായ പ്രോത്സാഹനവും അഭിവന്ദ്യ പിതാവിന് എപ്പോഴും ബാല്യകാലത്തിൽ തന്നെ കൂട്ടായിട്ട് ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ സെമിനാരി ജീവിതത്തിലേക്ക് വരുമ്പോൾ പ്രൊട്ടസ്റ്റന്റ് ആശയങ്ങളെ നഖശിഖാന്തം എതിർത്ത പുലിക്കോട്ടിൽ മാർ ദിവന്യാസ്യോസ് തിരുമേനിയുടെ നേതൃത്വവും പ്രത്യേകമാം വിധമുള്ള ഇടപെടലും അദ്ദേഹത്തിന്റെ വൈദിക ജീവിതത്തിലും ഉണ്ടായിരുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ സഭാസ്നേഹികളായ നിരവധി ആൾക്കാരുടെ കൃത്യമായ ഇടപെടൽ മാർ ഇവാനിയോസ് തിരുമേനിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ഷമാശ പട്ടം സ്വീകരിച്ചു. ഒരു പ്രത്യേകത, ഷമാശനായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്നും MA ഡിഗ്രി കരസ്ഥമാക്കി. പിന്നീട് അദ്ദേഹത്തിന് വൈദിക പട്ടം ലഭിക്കുന്നത് 1908 അന്ന് അദ്ദേഹം വൈദികനായപ്പോൾ മലങ്കര സഭയിൽ ഇദംപ്രദമായി MA ഡിഗ്രി കരസ്ഥമാക്കിയ ഒരേ ഒരു വൈദികനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തെ MA അച്ഛൻ എന്നാണ് എല്ലാവരും സംബോധന ചെയ്തിരുന്നത്. MA അച്ഛൻ എന്നറിയപ്പെട്ടിരുന്നത് മാർ ഇവാനിയോസ് തിരുമേനിയാണ്. നല്ല വിദ്യാഭ്യാസവും അതുപോലെ തന്നെ സഭയോട് തീക്ഷ്ണമായ സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാവാം അവിഭക്ത മലങ്കര സഭ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മലങ്കര സഭ മെത്രാൻ കക്ഷിയായും ബാബ കക്ഷിയായും വേർതിരിയുന്നതിന് മുൻപുള്ള സഭയിൽ പ്രധാനമായിട്ട് പൊതുകാര്യങ്ങളുടെ നേതൃത്വം ഈ മാർ ഇവാനിയോസ് MA അച്ഛനെ ഏൽപ്പിക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ കാലയളവിൽ അബ്ദേദ മിശിഹ പാത്രിയർക്കീസും അബ്ദുള്ള പാത്രിയർക്കീസും രണ്ടുപേരും ഭാരതസഭ സന്ദർശിക്കുകയുണ്ടായി. ഈ സമയത്തൊക്കെ അവരുടെ സെക്രട്ടറിയായി പ്രത്യേകമാംവിധം നിയോഗിക്കപ്പെട്ടത് മാർ ഇവാനിയോസ് തിരുമേനിയായിരുന്നു. എന്ന് പറയുമ്പോൾ സഭയിൽ പൊതുവായ ഒരു നേതൃസ്ഥാനത്തിലേക്ക് അഭിവന്ദ്യ പിതാവിനെ എപ്പോഴും മുൻപോട്ട് കൊണ്ടുവന്നിരുന്നു എന്നുള്ളത് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നീട് സഭയിൽ ഉണ്ടായ പ്രശ്നങ്ങൾ നമുക്കറിയാം. പിന്നീട് സഭയിൽ മെത്രാപോലീത്തായുടെയും അതുപോലെ തന്നെ പാത്രിയർക്കീസിന്റെയും അധികാരത്തെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ഉണ്ടായി. ഇങ്ങനെ തർക്കമുണ്ടായപ്പോ പാത്രിയർക്കീസിന്റെ ആത്മീയാധികാരത്തെ അംഗീകരിച്ചുകൊണ്ട് സ്വതന്ത്ര സഭയായി, സ്വതന്ത്രമായ ഭരണഘടനയോടുകൂടിയ ഒരു സഭയായി നിലനിൽക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി കാതോലിക്കേറ്റ് സ്ഥാപിക്കുന്നതിനും പ്രത്യേകമായിട്ടും ചുക്കാൻ പിടിച്ചത് മാർ ഇവാനിയോസ് തിരുമേനിയായിരുന്നു. ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും തന്റെ സഭയില് നിരന്തരം വർദ്ധിച്ചു വന്നുകൊണ്ടിരുന്ന കക്ഷി വഴക്ക് അദ്ദേഹത്തെ എപ്പോഴും അലോരസപ്പെടുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് ശരിക്കും ഇതിൽ നിന്നൊരു പിൻവാങ്ങൽ എന്നുള്ള നിലയിലാണ് 1913 അദ്ദേഹം സെറാംപൂർ സർവകലാശാലയിലേക്ക് പ്രൊഫസറായിട്ട് ഉദ്യോഗം നേടി പോകുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. അവിടെ ആയിരുന്നപ്പോഴോ അവിടെ ശരിക്കും അദ്ദേഹത്തിന്റെ ജീവിതം മറ്റൊരു രീതിയിലേക്ക് മാറുകയാണ്. ഇവിടുത്തെ കക്ഷി വഴക്കുകൾ അദ്ദേഹത്തിന്റെ മനസ്സിനെ മതിക്കുമ്പോൾ എങ്ങനെ സഭൈക്യം സാധ്യതമാകാം, സുവിശേഷവൽക്കരണം എങ്ങനെ ഫലപ്രദമായി നടത്താം, ഇക്കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ അദ്ദേഹം ചിന്തിച്ചു കൊണ്ടിരുന്നു. ഈ ചിന്തകളുടെയും നിരന്തരമായ പഠനങ്ങളുടെയും ഫലമായിട്ടാണ് അദ്ദേഹം ബഥനി സന്യാസ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത്. 1919 ഓഗസ്റ്റ് മാസം 15 മുണ്ടൻമലയിൽ ബഥനിയുടെ ആശ്രമ പ്രസ്ഥാനത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചു ഔദ്യോഗികമായിട്ട്. പിന്നീട് തൊട്ടടുത്ത വർഷം 1920 തിരുമൂലപുരത്ത് ബഥനി സന്യാസിനി സമൂഹത്തിനും രൂപം കൊടുത്തു. ഇവയൊക്കെ കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള സ്വപ്നം തന്റെ സഭയെ ഐക്യത്തിലേക്ക് നയിക്കുവാനുള്ള കണ്ണികളായി ഇവയൊക്കെ ആത്മീയമായി തന്നെ സഹായിക്കും എന്നുള്ളത് ആയിരുന്നു. ഇങ്ങനെ ബഥനി എന്ന മഹാസന്യാസ പ്രസ്ഥാനത്തിന്റെ ആത്മീയമായ പിന്തുണയോടുകൂടി എല്ലാവിധമായ സഭാ വിരുദ്ധ ശക്തികൾ തമ്മിലുള്ള എല്ലാ സംഘടനകളും നടക്കുന്നതിനിടയിൽ 1930 സെപ്റ്റംബർ 20 മഹത്തായ പുനരൈക്യത്തിലേക്ക് നമ്മളുടെ സഭയെ നയിച്ചുകൊണ്ട് പിതാവ് 20ാം നൂറ്റാണ്ടിലെ ഇതിഹാസ പുരുഷനായി തീർന്നു എന്ന് നമുക്ക് പറയാം. ഇങ്ങനെ ചരിത്രത്തെ തന്നെ ഒന്ന് പിടിച്ചു കുലുക്കിയ 1930 പുനരൈക്യം, ഇതിലേക്ക് അഭിവന്ദ്യ പിതാവിനെ കൊണ്ടെത്തിച്ച രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ. അതിൽ ആദ്യത്തേത് 1910 എഡിൻബറോ കോൺഫറൻസ് ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എഡിൻബറോ കോൺഫറൻസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇത്
കത്തോലിക്ക സഭ അല്ലെങ്കിൽ മലങ്കര സഭയുമായിട്ട് മാത്രം ബന്ധപ്പെട്ട ഒന്നല്ല, പ്രൊട്ടസ്റ്റന്റ് സഭയുമായിട്ട് കൂടി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് ഈ എഡിൻബറോ കോൺഫറൻസ്. അതായത് മലങ്കര സഭയില് ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ അഭിമന്യ മാർ ഇവാനിയോസ് തിരുമേനി തന്റെ വൈദിക കാലം മുതൽ തന്നെ സത്യത്തെ പറ്റി അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്ത് പുനരൈക്യത്തെ പറ്റി ചിന്തിച്ചു തുടങ്ങിയിരുന്നു. പക്ഷേ നമ്മളുടെ ഇവിടെ സംഭവിച്ച കാര്യം 16-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? ഇവിടെ പ്രൊട്ടസ്റ്റന്റുകാരുടെ ഒരു വലിയ പരിവർത്തനത്തിന്റെ ശങ്കുലി എന്നൊക്കെ പറഞ്ഞ് 16-ാം നൂറ്റാണ്ട് അങ്ങ് മുഖരിതമായി. പക്ഷെ 17-ാം നൂറ്റാണ്ടിന്റെ അവസാനം വന്നപ്പോഴത്തേക്ക് യൂറോപ്പിലെ ക്രൈസ്തവ സഭകൾ പതുക്കെ ഒരു മാറ്റത്തിന്റെ വഴിയിലേക്ക് വന്നു. അവർ മാറി ചിന്തിച്ചു തുടങ്ങി. സുവിശേഷവൽക്കരണമാണ് പ്രധാനപ്പെട്ട തങ്ങളുടെ ദൗത്യം എന്നവർ തിരിച്ചറിഞ്ഞു തുടങ്ങി. ഇവിടെ ഈ സമയത്താണ് നമ്മൾ പൊതുവായി നേരിടുന്ന ഒരു പ്രശ്നം ഉണ്ടായത്. ഇപ്പൊ നമ്മുടെ മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ നമ്മളുടെ സുവിശേഷ പ്രഘോഷണങ്ങൾ പ്രധാനമായും പ്രൊപ്പഗാന്ത തിരുസംഘത്തിന്റെ കീഴിലായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു പൊതുവായ നേതൃത്വം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടെ സുവിശേഷ പ്രഘോഷണ പ്രവർത്തനങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഐക്യരൂപ്യം കൊടുക്കുവാൻ, നേതൃത്വം നൽകുന്നവരെ ഒന്നിച്ചു ചേർക്കാനും ഒരേ രീതി പിന്തുടരുവാനും ഒക്കെ നമുക്ക് സാധിച്ചു. പക്ഷേ പ്രൊട്ടസ്റ്റന്റ് സഭയുടെ കാര്യം ഇങ്ങനെയായിരുന്നില്ല. അവർക്ക് തദ്ദേശീയരായ നേതാക്കന്മാരുണ്ടായിരുന്നു, അവരവരുടേതായ രീതികളുണ്ടായിരുന്നു. അപ്പൊ സുവിശേഷ പ്രഘോഷണം നടത്തുമ്പോൾ ഇവർ പരസ്പരം യഥാർത്ഥത്തിൽ മത്സരിക്കുകയാണ്. കൂടുതൽ നന്നായിട്ട് ആര് സുവിശേഷ പ്രഘോഷണം നടത്തും, എങ്ങനെ സുവിശേഷ പ്രഘോഷണം നടത്തും എന്ന് ഇവർ പരസ്പരം മത്സരിച്ചു. അപ്പൊ എന്താണ്? ഒരേ സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടി വിരുദ്ധ ചേരികൾ തമ്മിൽ നടത്തുന്ന യുദ്ധം. ഇത് ശരിക്കും ഒരു എതിർസാക്ഷ്യമാണ് കൊടുത്തത്. എതിർസാക്ഷി, സ്നേഹത്തിന്റെ സുവിശേഷത്തിന് പകരം മുറിക്കപ്പെടുന്ന സുവിശേഷത്തിന്റെ എതിർസാക്ഷ്യമാണ് നമുക്ക് ലോകത്തിന് കൊടുക്കാൻ പറ്റിയത്. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ നമ്മളുടെ ഈ പ്രൊട്ടസ്റ്റന്റ് സഭകളുടെയും കൂടി സുവിശേഷവൽക്കരണ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കാൻ സാധിക്കും? ഇതിനു വേണ്ടി പ്രൊട്ടസ്റ്റന്റ് പ്രതിനിധികളുടെ മിഷണറിമാരുടെ ഒരു സമ്മേളനം എഡിൻബറോയിൽ വെച്ച് 1910 വേൾഡ് മിഷണറി കൗൺസിൽ നടത്തപ്പെട്ടു. ഇത് ശരിക്കും സഭയെ സംബന്ധിച്ചിടത്തോളം ഐക്യരൂപ്യം നൽകുക, സുവിശേഷ പ്രഘോഷണത്തിന് ഒരു ഐക്യരൂപ്യം നൽകുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് നടത്തിയത്. എഡിൻബറോ കോൺഫറൻസ് സുവിശേഷവൽക്കരണം ഈ തലമുറയിൽ എങ്ങനെ നമുക്ക് സുവിശേഷവൽക്കരണം നടത്താം എന്നുള്ളതായിരുന്നു ഇതിന്റെ പഠന വിഷയം. ഈ പഠന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വന്ന കാര്യങ്ങൾ, അതായത് എതിർസാക്ഷ്യമാണ് നമ്മൾ നൽകുന്നതെന്നും കൂടുതൽ സഭൈക്യ പ്രവർത്തനങ്ങൾ നമുക്ക് ആവശ്യമാണെന്നും കൂടുതൽ ഊന്നൽ നൽകുന്ന സന്ദേശങ്ങളാണ് ഇവിടെ ഉയർന്നു വന്നത്. ഇത് സഭൈക്യ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കി. തന്നെയല്ല, സഭയിൽ ഉള്ളിൽ തന്നെയാണെങ്കിലും സുവിശേഷവൽക്കരണത്തിനും ഒരു പ്രത്യേകമായിട്ടുള്ള മുഖം കൊടുക്കുവാൻ ഇതുകൊണ്ട് സാധിച്ചു. എഡിൻബറോ കോൺഫറൻസ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ക്രൈസ്തവ മിഷണറിമാരെ സംഘടിപ്പിച്ചുകൊണ്ടാണ് നടത്തിയതെങ്കിൽ അതിലേക്ക് കൂടുതൽ പങ്കാളിത്തം ഉറപ്പുവരുത്തുവാൻ വേണ്ടി എല്ലാ രാജ്യങ്ങളിലും ഇതുപോലെയുള്ള മിഷണറി കോൺഫറൻസുകൾ സംഘടിപ്പിക്കുവാൻ ജോൺ ആർ മോട്ടിനെ കോൺഫറൻസ് ചുമതലപ്പെടുത്തി. അങ്ങനെ ജോൺ ആർ മോട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള മിഷനറിമാരുടെ സംഗമങ്ങൾ നടത്തി തുടങ്ങി. ഇവിടെയാണ് അഭിമന്യ മാർ ഇവാനിയോസ് തിരുമേനിയെ പുനരൈക്യ പ്രസ്ഥാനത്തെ പറ്റി ചിന്തിക്കുവാൻ അദ്ദേഹത്തിന്റെ ചിന്തകൾക്ക് കൂടുതൽ ഉജ്ജ്വലത പകർന്ന രണ്ടാമത്തെ സംഭവം. ആദ്യത്തേത് ഞാൻ പറഞ്ഞു എഡിൻബറോ കോൺഫറൻസ് ആയിരുന്നു. രണ്ടാമത്തേത് എഡിൻബറോ കോൺഫറൻസിന്റെ പിന്തുടർച്ചയായി ഭാരതത്തിൽ നടത്തപ്പെട്ട മിഷനറി കോൺഫറൻസ്. അത് സെറാംപൂരിൽ വെച്ചാണ് നടത്തപ്പെട്ടത് 1912. 1912 സെറാംപൂർ കോൺഫറൻസ് തുടർന്ന് സഭൈക്യത്തെ പറ്റി ചിന്തിക്കുവാൻ മാർ ഇവാനിയോസ് തിരുമേനിയെ പ്രേരിപ്പിച്ചു. ജോൺ ആർ മോട്ട് തന്നെയാണ് ഇവിടെയും സെറാംപൂരിൽ ഒരു മിഷനറി കോൺഫറൻസ് സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത, പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരോടൊപ്പം ഭാരതത്തിൽ അന്ന് നിലനിന്നിരുന്ന പൗരസ്ത്യ സഭകളിൽ നിന്നുള്ള പ്രതിനിധികളും ഇതിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അതിൽ മലങ്കര സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് വട്ടശ്ശേരിൽ മാർ ദിവന്യാസിയോസ് തിരുമേനിയും അദ്ദേഹത്തോടൊപ്പം PT ഗീവർഗീസ് അച്ഛനും, അതായത് MA അച്ഛനും, നമ്മളുടെ മാർ ഇവാനിയോസ് തിരുമേനിയും പങ്കെടുത്തു. ഇവരോടൊപ്പം മാർത്തോമ സഭയിൽ നിന്നുള്ള പ്രതിനിധികളും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സവിശേഷത,
എഡിൻബറോ കോൺഫറൻസിൽ അവ്യക്തമായ ചില മുറവിളികളും ഒക്കെയാണ് ഉണ്ടായിരുന്നത് സഭൈക്യത്തെ പറ്റി, നവസുവിശേഷവൽക്കരണത്തെ പറ്റിയൊക്കെ. അതിന് കൂടുതൽ വ്യക്തത കൈവന്നിരുന്നു ഈ സെറാംപൂർ മിഷണറി കോൺഫറൻസിലേക്ക് വന്നപ്പോൾ എന്നുള്ളത് നമ്മൾ പ്രത്യേകമാംവിധം ശ്രദ്ധിക്കേണ്ടതായ കാര്യം ആണ്. പക്ഷേ ഈ കാലയളവിൽ ഒരു പ്രശ്നം ഇത്തരത്തിലുള്ള മിഷണറിമാരുടെ കോൺഫറൻസ് നടത്തുന്നതിന് മേൽ ഉണ്ടായിരുന്നു. ഒന്നാം ലോകമഹായുദ്ധം. അതുകൊണ്ട് തന്നെ ഉദ്ദേശിച്ചതുപോലെ എല്ലാ രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു സമ്മേളനം നടത്തുന്നതിന് സാധിച്ചില്ല. എന്നിരുന്നാലും എഡിൻബറോ കോൺഫറൻസിന്റെ തീരുമാനം അനുസരിച്ച് തന്നെ 1921 ഇന്റർനാഷണൽ മിഷണറി കൗൺസിൽ രൂപവൽക്കരിച്ചു. എന്നിട്ടും അത് തുടർച്ചയായിട്ട് കൂടുതൽ പഠനങ്ങൾ നടക്കണം, കൂടുതൽ പ്രവർത്തനങ്ങൾ ഉണ്ടാവണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി 1925 വേൾഡ് കൗൺസിൽ ഓഫ് ലൈഫ് ആൻഡ് വർക്ക് രൂപീകരിച്ചു. അതിനെ തുടർന്ന് 1927 വേൾഡ് കൗൺസിൽ ഓഫ് ഫെയ്ത്ത് ആൻഡ് ഓർഡർ രൂപവൽക്കരിക്കപ്പെട്ടു. ഇങ്ങനെ വിവിധങ്ങളായ ഘടകങ്ങളിൽ കൂടെ നടത്തിയ പഠനങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും ഒക്കെ ഫലമായി 1948 വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് രൂപീകരിച്ചു. വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് അത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സഭൈക്യത്തിനു വേണ്ടിയും പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കുണ്ടാകേണ്ട ഐക്യരൂപത്തെ പറ്റിയുള്ള പഠനത്തിനും വേണ്ടി നടത്തപ്പെട്ട ഈ രണ്ട് കോൺഫറൻസുകൾ, ഇത് രണ്ടുമാണ് അഭിമന്യ മാർ ഇവാനിയോസ് തിരുമേനിയെ നവസുവിശേഷവൽക്കരണത്തിലും സഭൈക്യത്തിലും ഊന്നിയ ഒരു പുതിയ സ്വപ്നത്തിലേക്ക് കൈപിടിച്ച് നടത്തിയത്. പിന്നീട് അദ്ദേഹം 1913 സെറാംപൂർ സർവകലാശാലയിലേക്ക് പോവുകയാണ്. അവിടെ പ്രൊഫസറായിട്ട് തന്റെ ജോലി ആരംഭിക്കുകയാണ്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. കൽക്കട്ട ശരിക്കും പറഞ്ഞാൽ നവോത്ഥാനത്തിന്റെ ഒരു ഉറവിടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരുടെ തലസ്ഥാനം അവിടെയായിരുന്നു, കൽക്കട്ടയിലായിരുന്നു. അതുപോലെ തന്നെ നവോത്ഥാന ചിന്താഗതികൾ, നൂതന ആശയങ്ങൾ രൂപപ്പെടുന്നതും അവിടെ നിന്നായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു പരിതസ്ഥിതിയിലേക്കാണ് മാർ ഇവാനിയോസ് തിരുമേനി എത്തുന്നത്. ഭാരതത്തിന് സുവിശേഷവൽക്കരണം നടത്തണമെങ്കിൽ അതിന് ഭാരതീയമായ രീതി തന്നെ വേണം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾക്ക് വിഷയമായ ഒരു സംഗതിയാണ്. ഈ വാദപ്രതിവാദങ്ങളിൽ നിന്നൊക്കെ എല്ലാവരും പൊതുവെ അംഗീകരിച്ചു, അതെ, ഭാരത സഭയെ സുവിശേഷീകരിക്കാൻ ഭാരതീയമായ ചില രീതികളാണ് നല്ലത് എന്നുള്ളത് അംഗീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് മാർ ഇവാനിയോസ് തിരുമേനി സെറാംപൂരിൽ തന്റെ ജോലിയുമായിട്ട് എത്തുന്നത്. അവിടെ ഉള്ളപ്പോൾ അദ്ദേഹത്തിന്റെ ചിന്ത കൂടുതലും തന്റെ സഭയെ ഐക്യത്തിലേക്ക് നയിക്കണം, പുതിയ ഒരു സുവിശേഷീകരണ പ്രവർത്തനത്തിലേക്ക്, സുവിശേഷവൽക്കരണ പ്രവർത്തനത്തിലേക്ക് തന്റെ സഭയെ കൈപിടിച്ചുകൊണ്ട് നടത്തണം എന്നുള്ളതായിരുന്നു. ഈ വലിയ ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹം നിരന്തരമായി നടത്തിയ പ്രാർത്ഥനകളുടെയും പഠനങ്ങളുടെയും ഫലമായിട്ടാണ് ബഥനി എന്ന് പറയുന്ന വലിയ ഒരു സന്യാസ പ്രസ്ഥാനത്തിന് അദ്ദേഹം രൂപം കൊടുത്തത്. ഈ ബഥനിയാണ് പിന്നീട് മഹത്തായ പുനരൈക്യ പ്രസ്ഥാനത്തിൽ അഭിവന്ദ്യ പിതാവിന്റെ കരങ്ങൾക്ക് ശക്തി പകർന്നത് എന്നുള്ളത് നമുക്ക് മറക്കാൻ ആവില്ല. ബഥനിയുടെ പ്രവർത്തനങ്ങളും ബഥനിയിൽ കൂടെ എങ്ങനെയാണ് പുനരൈക്യ പ്രസ്ഥാനം ഉടലെടുത്തത് എന്നുള്ളതും അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുകൊണ്ട് ഇതുവരെയുള്ള കാര്യങ്ങൾ, അതായത് മാർ ഇവാനിയോസ് തിരുമേനി സഭൈക്യത്തിന് വേണ്ടി നിലകൊണ്ട വ്യക്തിത്വമാണ്. എഡിൻബറോ കോൺഫറൻസും സെറാംപൂർ കോൺഫറൻസും അദ്ദേഹത്തെ കൂടുതൽ പ്രചോദിതനാക്കി സഭൈക്യത്തെ പറ്റി ചിന്തിക്കുവാൻ. ഈ ചിന്തകളോടുകൂടി സെറാംപൂരിൽ നിന്ന് മടങ്ങിയെത്തിയ അദ്ദേഹം ഒരു സന്യാസ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുന്നതിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു. സന്യാസ പ്രസ്ഥാനത്തിന്റെ ഉത്ഭവവും വളർച്ചയും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. സ്നേഹവാനായ ദൈവമേ, ഭിന്നതകൾ നിറഞ്ഞ ഞങ്ങളുടെ സഭയിൽ ഐക്യത്തിന്റെ സന്ദേശം പകരുവാൻ അഭിവന്ദ്യമാർ ഇവാനിയോസ് തിരുമേനിയെ ഞങ്ങൾക്കായി തിരഞ്ഞെടുത്തതിനെ ഓർത്ത് ഞങ്ങൾ അവിടത്തേക്ക് നന്ദി പറയുന്നു. അഭിവന്ദ്യ പിതാവ് കാട്ടിത്തന്ന ഐക്യത്തിന്റെ പാതയിൽ മുന്നേറുവാനും സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് പ്രാപ്തനാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലുള്ള സകല പരിശുദ്ധന്മാരുമേ, പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ആമേൻ.